ഹായ് ഫ്രണ്ട്സ്, നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ ജലം. എന്താ സംഭവം നമുക്ക് നോക്കിയാലോ. യേശുവിൻ്റെ കുരിശിലെ മരണത്തെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ എഴുതി. യേശു പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു എന്നത് യേശുവിൻ്റെ മറ്റൊരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് വേണം മനസ്സിലാക്കാൻ. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. മഹത്വീകരിക്കപ്പെടുക എന്നത് യേശുവിൻ്റെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. മരണസമയത്ത് യേശു തൻ്റെ അമ്മയുടെയും യോഹന്നാൻ്റെയും അതുപോലെ മറ്റ് ശിഷ്യന്മാരുടെയും മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. യേശു കുരിശിൽ ചിന്തിയ തൻ്റെ രക്തം വഴി മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തുവെന്ന യഥാർത്ഥത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജലം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.